31 വർഷമായി AMMA എന്ന സംഘടന നിലവിൽ വന്നിട്ട്. തുടക്കത്തിൽ MG സോമനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അതിൻ്റെ സാരഥികളായിട്ടിരിക്കുന്നു. വൃത്തിയായിട്ട് തുടങ്ങിയതാണ്. അവിടെയുള്ള ഒരുപാട് മുതിർന്ന താരങ്ങൾക്ക് ആശ്വാസവും ഒരേ സമയം താരങ്ങൾക്ക് വലിയ ആശ്വാസവുമായിരുന്നു AMMA എന്ന സംഘടന. ഇന്നിപ്പോൾ ആ സംഘടനയിലൊരു മത്സരം രംഗത്ത് വരുമ്പോൾ ഇതാ കേൾക്കുന്നു പലതരം കേസുകളാണ് വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഈ കേസുകൾ കുതന്ത്രമാണോ? അതിലൊരു തർക്കവുമില്ല. ഈ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് AMMA, നമ്മളല്ല AMMA എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയ കുറച്ച് സ്ത്രീകളാണ് അങ്ങനെ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയത്. അമ്മ എന്നൊരു സങ്കല്പമായിരുന്നല്ലോ. അമ്മയും കുട്ടികളും അമ്മയും മക്കളും എന്ന സങ്കല്പമായിരുന്നു. അപ്പോൾ ഈ പേരൊക്കെ അമ്മ എന്നൊക്കെ ആണെങ്കിലും ഈ സംവിധാനം പൂർണ്ണമായും സ്ത്രീവിരുദ്ധമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഏത് ഘട്ടത്തിലാണ് ആ രൂപത്തിലുള്ള ചർച്ചയിലേക്ക് വന്നത്? നടി ആക്രമിക്കപ്പെട്ട വിഷയം. അതിൽ നടി എന്ന് പറയുന്നത് ഈ സംഘടനയിലെ മകളാണ്. ആ മകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മകൾക്കൊപ്പം നിൽക്കാതെ ആരോപണ വിധേയനെ മകനായി ചേർത്ത് പിടിക്കുകയും മകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തപ്പോൾ അതിൽ വിഷമിച്ചുകൊണ്ട് കുറേ പേർ പ്രതികരിക്കുകയും അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അങ്ങനെ വിപ്ലവകരമായ WCC എന്നൊരു സംവിധാനം ഉണ്ടാവുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രം. അപ്പോൾ ആത്യന്തികമായി ഇതൊരു സ്ത്രീവിരുദ്ധമായ സംവിധാനമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയണമെന്ന് ചോദിച്ചാൽ അതിൽ നടക്കുന്ന എന്ത് വിഷയങ്ങളായാലും അതിന് പുറത്തേക്ക് അതിൽ ആരോപണ വിധേയരായ ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സംഘടന ഒരു ഞങ്ങളുടെ സ്വകാര്യ സംഘടനയാണ്, ഞങ്ങളുടെ ഒരു കുടുംബ സംഘടനയാണ്, അതിൽ നിങ്ങൾക്ക് എന്ത് കാര്യമെന്നാണ് ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ അതിലുള്ളവർ തന്നെ പറയുന്നു നിങ്ങൾ കൂടി ഇടപെടൂ എന്ന രൂപത്തിലേക്ക് അതിലുള്ള ആളുകൾ പറയുന്നതിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ആരോപണങ്ങളൊക്കെ വരുന്നത്? ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ്. ഇതിനു മുമ്പ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു സാഹചര്യമുണ്ടല്ലോ. ഇതിനു മുമ്പ് പ്രധാനപ്പെട്ട താരങ്ങൾ, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. അതിനുശേഷം ലൈംഗികാരോപണങ്ങൾ പലർക്കുമെതിരെ വരുന്നു, കേസ് വരുന്നു, ചിലർ മനം മടുത്ത് രാജിവെക്കുന്നു. പിന്നീട് അതിന്മേലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അതിൽ പലർക്കെതിരെയും ആരോപണങ്ങൾ വരുന്നു. പിന്നെയും പല ആളുകൾക്കെതിരെയും കേസുകളൊക്കെ വന്ന ശേഷം അഡ്ഹോക് കമ്മിറ്റിയെ ഏർപ്പെടുത്തുകയാണ്. അഡ്ഹോക് കമ്മിറ്റിയാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇപ്പോൾ മത്സരിക്കാൻ പ്രധാനപ്പെട്ട താരങ്ങളൊന്നുമില്ല. അവർക്ക് മടുത്തു, അവർ പോകുന്നു. ഇനി ആരോപണ വിധേയർ മത്സരിക്കേണ്ട എന്നൊരു അഭിപ്രായം ശക്തമായി വന്നു. അപ്പോൾ ഈ ബലാത്സംഗ കേസടക്കം നേരിടുന്നവർ അതിൽ നിന്ന് മാറി നിൽക്കണം. അവരൊക്കെ കുപ്പായം തയ്ച്ച് റെഡിയായി നിൽക്കുകയായിരുന്നു. അവർ അതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടിരുന്നു, ആളെ ഒരുക്കിയിരുന്നു. അപ്പോൾ അവർക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ആരോപണ വിധേയരാകുമല്ലോ ഈ കേസ് വന്നാൽ. 2 സ്ത്രീകൾക്കെതിരെയാണ്, കുക്കു പരമേശ്വരനും ഇപ്പോൾ ശ്വേതാ മേനോനും. 2 സ്ത്രീകൾക്കുമെതിരെ ഓരോ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൾ ഇവരും ആരോപണ വിധേയരാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ മത്സരിക്കുക? അതാണ് ആത്യന്തികമായ ലക്ഷ്യം. ഇവർ മത്സരിക്കാതിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് അവിടെ നിന്ന് തന്നെ വരുന്ന സ്വരങ്ങളായിട്ടാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ അവിടുത്തെ സ്ത്രീകളെ അപമാനിക്കുന്ന രൂപത്തിൽ പല കാര്യങ്ങളും പുറത്തു വന്നു. ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ വാർത്തകൾ വരുന്നു. വാർത്തകൾ എന്ന് പറയുകയാണോ അതോ അശ്ലീലം പുറത്തേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതെങ്ങനെയാണ് വരുന്നത്? ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നു. ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു മാധ്യമം നമ്മൾ കോഴ്സിൽ പറയുന്നത് മാധ്യമമല്ല, വാർത്താ മാധ്യമമല്ല, ഒരു യൂട്യൂബർ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സിനിമാ സംഘടനയുടെ ഇത്രയും താരനിബിഡമായ ഈ സംഘടനയുടെ നിയന്ത്രണം ഒരു യൂട്യൂബർ അങ്ങോട്ട് ഏറ്റെടുക്കുക. എങ്ങനെയാണ്? 30 ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ടാണത്രേ. 30 ലക്ഷം അങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ സംഘടനയുടെ ജനറൽ ബോഡി പരിപാടികൾക്ക് എല്ലാ ചാനലുകളും പോയി നിൽക്കാറുണ്ട്. ഈ താരങ്ങളുടെ പ്രതികരണം ഇവരുടെ യോഗങ്ങൾ നടക്കുമ്പോൾ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വിഷ്വൽസ് കൊടുക്കാറില്ലല്ലോ. നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾക്കൊന്നും ദൃശ്യങ്ങൾ കൊടുക്കില്ല. കാരണം അത് മുഴുവൻ ഈ ചങ്ങാതിക്ക് കൊടുത്തിരിക്കുകയാണ്, ഈ യൂട്യൂബർക്ക് കൊടുത്തിരിക്കുകയാണ്. 30 ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം അതിൻ്റെ ഭാഗമായിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന യൂട്യൂബർ ഈ സംഘടനയുടെ ഭാഗമാണ് എന്നാണ് അത്രേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ചെന്നിരിക്കാം, ദൃശ്യങ്ങൾ പകർത്താം, അഭിപ്രായങ്ങൾ പറയാം. അദ്ദേഹം അവിടെ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ചില കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ അവിടെയുള്ള അകത്തെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു, ഇല്ലാത്ത കാര്യങ്ങളും പുറത്തു വരുന്നു. അതിനകത്ത് അമ്മയുടെ പെൺമക്കൾ എന്ന രൂപത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് നടക്കുന്ന ചാറ്റുകൾ അതൊക്കെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് പോയി, പറയുന്ന കേന്ദ്രത്തിലേക്ക് പോവുകയും ആ കേന്ദ്രം വേറെ രൂപത്തിലാക്കി പുറത്തേക്ക് കൊടുക്കുകയും അതങ്ങനെ അപമാനിക്കുന്ന തരത്തിൽ, അങ്ങനെ പല താരങ്ങൾ, ഇപ്പോൾ മാലാ പാർവതിയെ പോലുള്ളവരെ അപമാനിക്കുന്ന തരത്തിലൊക്കെ വാർത്ത വന്നു. കുക്കു പരമേശ്വരനെ പറ്റി, കുക്കുവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത എന്താണ്? അവിടെ ഒരു യോഗം 12 പേർ ചേർന്ന ഒരു ഹോട്ടലിൽ യോഗം നടന്നിരുന്നു. അതായത് സ്ത്രീകൾ. അതെപ്പോഴാണ് യോഗം ചേർന്ന് ഓർക്കണം. അപ്പുറത്ത് WCC രൂപീകരിക്കുമ്പോൾ നമ്മുടെ സംഘടനയ്ക്കകത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വനിതകൾ കുറച്ച് പേര് 12 പേരേ ഉള്ളൂ. എല്ലാവരും വിളിച്ചിട്ടുമില്ല, അത്രേ, എല്ലാവരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു യോഗം ചേരുന്നു. അതിനകത്ത് നിന്ന് ഓരോരുത്തരായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ആരോപണം
പല പ്രധാനപ്പെട്ട മുതിർന്ന താരങ്ങൾക്കെതിരെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലുള്ള ഒരു ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത ഒരു നടി പറഞ്ഞു നിങ്ങൾ മുതിർന്ന നടി പറഞ്ഞു ആവശ്യമില്ലാത്ത അനാവശ്യം പറയരുത്, ഇന്നയാളെ പറ്റി പറയുന്നത് മഹാമോശമാണ്, അത് ശരിയല്ല എന്ന രൂപത്തിൽ ആ മെമ്മറി കാർഡ് ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സംഘടനയുടെ ആ സമയത്ത് ഒരു ചുമതലയും വഹിക്കാതിരുന്ന കുക്കു പരമേശ്വരൻ അതെടുത്തിട്ട് ആ നടിക്ക് കൊടുക്കുന്നു. അതെവിടെയാണെന്ന് കുക്കുവിന് ഇപ്പോൾ അറിയില്ല എന്നാണ് ഞാൻ കേട്ടത്. നമുക്കിതൊക്കെ കേട്ടുകേൾവിയാണ് കേട്ടോ. അപ്പോൾ അതവിടെ കൊടുക്കുന്നു. അതാണ് അവിടെ ഉണ്ടായത്. ഇപ്പോൾ ഇത്രയും വർഷമായാലും ഇപ്പോൾ 2025 എത്തി നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് പലതവണ യോഗം ചേർന്നു, പലതവണ മത്സരമുണ്ടായി. ഒരു തവണ പോലും ഈ വിഷയത്തെപ്പറ്റി ആരും പരാമർശിച്ചിട്ടുമില്ല, ആർക്കും പരാതിയില്ല. അപ്പോൾ എപ്പോഴാണ് പരാതി വരുന്നത്? കുക്കു മത്സരിക്കാൻ പോകുമ്പോഴാണ്. ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ പരാതി. ഇതാരാണ് ഈ പരാതി കൊടുത്തത്? ഈ മാർട്ടിൻ മേനാച്ചേരി ആരാണ്? അതിങ്ങനെ അന്വേഷിച്ച് ചെന്നാൽ ആ കേന്ദ്രത്തിൽ ചെന്ന് നിൽക്കുന്നേ. അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയുടെ ഭാരവാഹിയാണത്രേ. ഈ ഓൺലൈൻ കൂട്ടായ്മയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആരാണ് നിയോഗിച്ചത്? അദ്ദേഹം ഈ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു. പോലീസുകാരനെ ഓടിച്ചു വിട്ടു. എന്നിട്ടാണ് ഇയാൾ കോടതിയിൽ പോയത്. കോടതി എന്തിനാണ് അനുമതി കൊടുത്തത് എനിക്കറിയില്ല. അവർ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ശ്വേതാമേനോൻ ഇതൊന്നും രഹസ്യമായ കാര്യമൊന്നുമില്ല. അവർ വളരെ ബോൾഡായിട്ടുള്ള നടിയാണ്. അവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെയും ബോൾഡായ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അവർ നല്ല നടിയുമാണ്. അപ്പോൾ അവർ ആ അഭിനയിച്ച സിനിമകളിലെ ഭാഗങ്ങൾ ഏതെങ്കിലും പോൺ സൈറ്റിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരത് അതിന് പൈസ കൊടുക്കും. എന്തെനിക്ക് മനസ്സിലാവുന്നില്ല. അതുവഴി പൈസ വാങ്ങുന്നു. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രതിഫലം വാങ്ങുന്നു. അപ്പോൾ പ്രതിഫലം ഇല്ലാതെ ഫ്രീ ആയിട്ട് അഭിനയിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീയിലോ അശ്ലീലോ നിശ്ചയിക്കാൻ ഇയാളാരാണ്? കോടതി എന്താണ് കേസെടുക്കൂ എന്ന് പറഞ്ഞതും കൂടി എനിക്ക് അത്ഭുതമായി തോന്നുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് ഇവരെ മാറ്റി നിർത്താനുള്ള കുതന്ത്രമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ സംഘടന, ഈ സംവിധാനം, അതിനോട് നമുക്ക് പൂർണ്ണമായും വിയോജിപ്പാണ്. AMMA എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ ഒരു പ്രതിനിധിയോട് നമുക്കൊരു ദിവസം ഇൻ്റർവ്യൂവിൽ AMMA എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ആ കുട്ടി അന്ന് തീരെ ചെറുതായിരിക്കണം ഞാൻ വിചാരിക്കുന്നു, ഈ സംഭവം, നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അമ്മയുടെ ഒരു മകൾ അനുഭവിച്ച കാര്യം അവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അവർ അന്ന് അത് പറയില്ലായിരുന്നു. അപ്പോൾ ഇതായത് ഈ പുരുഷ കേന്ദ്രീകൃതമാണ് പൂർണ്ണമായും. അവരുടെ ടൂളായി പ്രവർത്തിക്കാൻ കുറേ പേരുണ്ട്. എന്നിട്ട് അവർ പറയും ഞങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യമാണ് പറയുന്നത്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം കുഴപ്പത്തിലാകുമെന്ന് പറയും. ഇതിങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പാരറ്റിംഗ് ആണ്. അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആര് വന്നാലും അവിടെ ഒരു വലിയ വിപ്ലവം ഉണ്ടാകാൻ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പാവപ്പെട്ട കുറേ പഴയ താരങ്ങൾ, അവർക്ക് പെൻഷൻ കൊടുക്കുന്നു, അവരുടെ ചികിത്സയ്ക്ക് പണം കൊടുക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ഈ പറഞ്ഞ ആർക്കെങ്കിലും വയ്യ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പൈസ കൊടുക്കുമായിരുന്നു അത്രേ. ഇപ്പോൾ 8 ലക്ഷത്തോളം ഈ സംഘടനയ്ക്കകത്ത് 8 കോടിയോളം രൂപയുണ്ട്. പക്ഷേ ഭയങ്കര ധൂർത്താണ് എന്നും ഈ പറയുന്ന പരാതിയുള്ളവർ പറയുന്നു. ഇതൊന്നും നമുക്കറിയില്ല, ഇതിനൊന്നും ഓഡിറ്റിംഗ് നടത്തുന്നില്ല, ഇതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുള്ള സംഘടനയ്ക്കകത്ത് നിന്ന് തന്നെ വരുന്ന ശബ്ദമാണ്. നമുക്കെന്തായാലും ഇതിൽ ഈ സമയത്ത് ഞാൻ എന്തായാലും ശ്വേതയുടെയും കൂടെയും കുക്കുവിൻ്റെയും കൂടെയാണ്. കാരണം അവരവിടെ മത്സരിക്കാൻ നിൽക്കുന്നു, അവർ വിപ്ലവം ഉണ്ടാക്കുമെന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അവർ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ആ സ്ത്രീകളെ അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി നടക്കുന്ന കുതന്ത്രമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. Meet the editors.